ഇത് അയോധ്യയിലേക്കുള്ള വഴിയിലാണ്. 2020 ജൂലൈ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലൊന്നിൽ വന്നിറങ്ങുമ്പോൾ അരങ്ങിൽ വില്ലേന്തിയ ശ്രീരാമൻ. 10 തലകൾ കൊണ്ടും അട്ടഹസിച്ച് രാവണൻ. ബാലയുടെയും നൃത്തനാടകങ്ങളുടെയും പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള അരങ്ങ് മടങ്ങി വരികയാണ് അയോധ്യ. അയോധ്യയുടെ തെരുവിലൂടെ പകലൊന്ന് നടക്കാനിറങ്ങാം. വഴികാട്ടുന്ന ബോർഡിൽ അമ്പിന്റെ അടയാളമുണ്ട്. ഇടത്തേക്കുള്ള ആ തിരിവു കടന്നാൽ ഹേറാം വിളിക്കുന്നവരുടെ തെരുവുകൾ. ഓരോ കവലയിലും ആഘോഷ സമിതികൾ, കലശക്കുടങ്ങൾ നിറച്ച് എല്ലാവരും അഭിഷേകത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. തബലയുടെ താളം, ഭജനകളുടെ മേളം. ഈ തെരുവുകൾ വല്ലാതെ മാറിക്കഴിഞ്ഞു. പുരാതനമായ ഒരു ഇന്ത്യയാണ്. അയോധ്യവാസി രാം 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 ദശരഥനന്ദന രാം. ചരിത്രത്തിലൊക്കെ എന്തു കാര്യം? അവിടേക്ക് പോകും മുമ്പ് ഒന്ന് കണ്ടുവരാം ഇന്നത്തെ അയോധ്യയെ. ശരിക്കും അയോധ്യ എന്ന് ആദ്യം കണ്ട വഴികാട്ടി ഏറെ പഴയതാണ്. ഇന്നിത് രാമജന്മഭൂമിയാണ്, ശ്രീരാമന്റെ ജന്മസ്ഥലം. അണിഞ്ഞൊരുങ്ങുകയാണ് കവാടങ്ങൾ. തർപ്പണത്തിനൊരുങ്ങുകയാണ് സരയൂ തീരം. ഈ തെരുവിങ്ങനെ കാവിയണിഞ്ഞു നിൽക്കുകയാണിവിടെ. അയോധ്യയ്ക്ക് ഒരു നിറമുണ്ടെങ്കിൽ ഇന്ന് ഇതാണ്. പതിറ്റാണ്ടുകളായി ശേഖരിച്ചു വച്ചിരുന്ന വിശ്വാസത്തിന്റെ ശിലകൾ മിനുക്കിയെടുക്കുകയാണ് ഒരു കൂട്ടം. 7 or 8 തവണ ഇതേ ശിലകൾ തന്നെ കഴുകി ഉണക്കിയതാണ്. ഈ തെരുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്നൊരു ഭൂതകാലം തട്ടിക്കുടഞ്ഞ ഓർമ്മയിലെത്തും. ആണ്ട് മുൻപുള്ള അയോധ്യ. ഗാസയിലെ തെരുവോരങ്ങളിൽ എന്നതുപോലെ ഭയപ്പാടുള്ള കണ്ണുകൾ നിരത്തിലേക്ക് എറിയുന്നവർ, നാഴിപ്പാലു വാങ്ങാനായി പരിഭ്രാന്തരായി വീട്ടിലേക്കോടുന്ന സ്ത്രീകൾ, അപരിചിതരുടെ ഓരോ കാലൊച്ച കേൾക്കുമ്പോഴും ജാലകങ്ങൾക്കിടയിലൂടെ വരുന്ന കണ്ണുകൾ.
സിനിമയിലൊന്നുമായിരുന്നില്ല ഇത്. അയോധ്യയുടെ തെരുവായിരുന്നു. നിറത്തോക്ക് ചൂണ്ടി പൗരന്മാരോട് സംസാരിക്കുന്ന പോലീസ് ഓഫീസർമാർ, ആരെ വേണമെങ്കിലും വെടിവെച്ചിടാമെന്ന് തോന്നിപ്പിക്കുന്ന അന്തരീക്ഷം. എത്ര അശാന്തമായിരുന്നു ആ രാത്രികൾ. ഇങ്ങനെ എത്രയെത്ര സംഘർഷങ്ങൾ കടന്നു വന്നതാണ് അയോധ്യ. ഇതിഹാസത്തിലെ ശ്രീരാമനെക്കുറിച്ച് വാൽമീകി തന്നെ എഴുതുന്നുണ്ട്. ഒരിക്കലും സ്വസ്ഥതയോടെ സിംഹാസനത്തിലിരുന്നിട്ടില്ലെന്ന്. പട്ടാഭിഷേകത്തിന് പിന്നാലെ വനവാസം, സീതാപഹരണം, ലങ്കായുദ്ധം, മടങ്ങി വന്നപ്പോൾ സീതാപരിത്യാഗം, പിന്നെ സീതയുടെ ദേഹത്യാഗം. സരയൂ തീരത്തെ രാംലല്ലയും കടന്നു വന്നത് ഇങ്ങനെ അനേകം അശ്വമേധങ്ങൾ. എത്ര പതിറ്റാണ്ട് മുൻപ് തുടങ്ങിയതാണ് രൂപകൽപ്പന. കപ്പൽ കൊള്ളക്കാരുടെ അധിനിവേശങ്ങൾ. അങ്ങനെ ഓരോ തിരയിലും ഓരോ പുതിയ വെള്ളം. ചരിത്രത്തിൻ്റെ കര തൊട്ടുകൊണ്ടിരുന്നത് ഒരിക്കലും ഒരേ തീരത്തായിരുന്നില്ല. പതിനാറാം നൂറ്റാണ്ടിന്റെ 3-ാം ദശകത്തിൽ ബാബർ പള്ളി പണിയുമ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. അതു രാമജന്മഭൂമിയാണെന്ന് വാദിച്ചവർ സുപ്രീം കോടതിക്ക് മുന്നിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: പുരാതനമായ ഒരു കെട്ടിടത്തിന്റെ അവശിഷ്ടം അവിടെ ഉണ്ടായിരുന്നെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സാക്ഷ്യപ്പെടുത്തി. അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൺക്ലൂഷൻ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ്. കണ്ടെടുത്ത എല്ലാ തെളിവുകളും അത് അംഗീകരിക്കുന്നുണ്ട്. ചില ഇൻ്റർപ്രിറ്റേഷനിൽ ചിലപ്പം വളരെ വ്യത്യാസങ്ങളുണ്ടാകാം. കാരണം ക്ഷേത്രമാണ് എന്ന് പറയുന്നതിനർത്ഥം ഒന്ന്, ധാരാളം 50-ൽ പരം ക്ഷേത്ര തൂണുകൾ കണ്ടെടുത്തിട്ടുണ്ട്. ഈ ക്ഷേത്ര തൂണുകളിലെല്ലാം തന്നെ പൂർണ്ണ കലശ ഉണ്ട്. പൂർണ്ണ കലശ എന്ന് പറഞ്ഞാൽ ഒരു കുടത്തിൽ നിന്ന് വള്ളികൾ പുറത്തു വരുന്നത്. ഇതിന് അഷ്ടമംഗല ചിഹ്നാസ് എന്ന് പറയും. വൺ ഓഫ് ദ 8 ഓസ്പീഷ്യസ് സിമ്പിൾസ് ആണ്. ഇത് ക്ഷേത്രത്തിലുണ്ടാകുന്നതാണ്. കാരണം ഇന്നും ഒരു ക്ഷേത്രത്തിലൊരു മഹാ ആചാര്യൻ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാലയിട്ടോ അതല്ലെങ്കിൽ ഷാൾ അണിയിച്ചോ അല്ല സ്വീകരിക്കാറുള്ളത്. അദ്ദേഹത്തെ പൂർണ്ണ കലശം കൊടുത്തിട്ടാണ് സ്വീകരിക്കാറുള്ളത്. 2, ഇതിന് പുറമെ പ്രണാള കിട്ടുകയുണ്ടായി. അതും മകരപ്രണാള. കാരണം ദിവസത്തിൽ എല്ലാ ദിവസവും പ്രധാന പ്രതിഷ്ഠയെ കുളിപ്പിക്കണം. അതിൻ്റെ അഭിഷേക ജലം ഒഴുകാനുള്ളതാണ് പ്രണാള. അതും മകരപ്രണാള. മകരപ്രണാള എന്ന് പറഞ്ഞാൽ, മകര എന്ന് പറഞ്ഞാൽ ചീങ്കണ്ണി, അതല്ലെങ്കിൽ മുതല, അല്ലെങ്കിൽ ക്രോക്കഡൈൽ. ക്രോക്കഡൈലിനെ ഗംഗാ നദിയുടെ പെഴ്സോണിഫിക്കേഷൻ ആയിട്ടാണ് ഹിന്ദു മൈത്തോളജിയിൽ പ്രതിദാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്രോക്കഡൈൽ ജനം ഒരു പള്ളിയിൽ നിന്ന് കിട്ടാൻ സാധ്യമല്ല. 1856 തുടങ്ങി 57-ന്റെ അവസാനം വരെയാണ് അയോധ്യയെ ചൊല്ലിയുള്ള ആദ്യ കലാപം നടന്നത്. 1-ാം സ്വാതന്ത്ര്യ സമരത്തിനും തൊട്ടുമുൻപ് ബാബറി പള്ളിയുടെ പരിസരത്തു തന്നെയായിരുന്നു അതുവരെ ഇന്ത്യ കണ്ടിട്ടില്ലാത്തത്ര രൂക്ഷമായ കലാപം. അന്ന് ആ കലാപം തീർക്കാനാണ് തർക്കമന്ദിരത്തിന്റെ ഉള്ളിൽ 6 അടി ഉയരത്തിൽ ബ്രിട്ടീഷുകാർ മതിൽ കെട്ടിയത്. ഉള്ളിൽ മുസ്ലിങ്ങൾ നമസ്കാരം നടത്തി, പുറത്ത് ഹിന്ദുക്കൾ ആരാധനയും. അതൊരു താൽക്കാലിക ഒത്തുതീർപ്പ് മാത്രമായിരുന്നു. പിന്നെയുള്ള വർഷങ്ങളിലെല്ലാം ചെറു കലാപങ്ങൾ ആവർത്തിച്ചു. മതിലിനപ്പുറവും ഇപ്പുറവുമുള്ള വിശ്വാസങ്ങൾക്ക് ഒരിക്കലും വിട്ടുവീഴ്ച സാധ്യമായിരുന്നില്ല. വിട്ടുവീഴ്ച ചെയ്താൽ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുമോ എന്ന ഭയം മതനേതാക്കളെ വേട്ടയാടി. ലോകമെങ്ങും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ജർമ്മനിയും ഇറ്റലിയും ഇസ്രയേലും താലിബാനുമെല്ലാം
ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ജനുവരി അയോധ്യയുടെ പേരിൽ കോടതി നടപടികൾ തുടങ്ങിയ സമയം. രാമജന്മസ്ഥാനത്തിന്റെ മുഖ്യ കാർമ്മികൻ എന്ന് വിശേഷിപ്പിച്ച് മഹന്ത് രഘുബറാണ് ഫൈസാബാദ് സബ് കോടതിയെ സമീപിച്ചത്. ഹിന്ദുക്കൾ പ്രാർത്ഥന നടത്തിയിരുന്ന സ്ഥലത്ത് പുതിയ ക്ഷേത്രം പണിയാൻ അനുവദിക്കണമെന്ന ആവശ്യം കോടതി തള്ളി. അനുവദിച്ചാൽ വർഗീയ കലാപമുണ്ടാകുമെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. വിധിക്കെതിരായ അപ്പീലുകൾ മേൽക്കോടതികളും തള്ളി. തൽസ്ഥിതി തുടരുകയല്ലാതെ മറ്റൊരു മാർഗവും അവിടെ ഉണ്ടായിരുന്നില്ല. 1934 ഇരു വിഭാഗങ്ങളും തമ്മിൽ അതിരൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായി. പള്ളിയുടെ കമാനങ്ങൾ തകർക്കപ്പെട്ടു. അന്നു തകർന്ന കമാനങ്ങൾ പുതുക്കിപ്പണിതു നൽകിയത് ബ്രിട്ടീഷ് സർക്കാരാണ്. ചെലവ് മുഴുവൻ ഭരണകൂടവും വഹിച്ചു. പിന്നെയും പിന്നെയും ചെറു കലാപങ്ങൾ. ചിലത് കൈവിട്ടുപോയി. നിരവധി പേർ കൊല്ലപ്പെട്ടു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടും വരെ ബാബറി പള്ളിക്കോ ചുറ്റുമുള്ള സ്ഥലങ്ങൾക്കോ ഘടനാപരമായ ഒരു മാറ്റവും അനുവദിച്ചില്ല. 1949 ഡിസംബർ രാഷ്ട്രവിഭജനത്തിന്റെ പേരിലുള്ള വലിയ കലാപങ്ങൾ അവസാനിച്ചു വരികയായിരുന്നു. പതിനായിരങ്ങൾ മരിച്ചു വീണതിന്റെ വിങ്ങൽ മാറിയിരുന്നില്ല. പൊടുന്നനെ അത് സംഭവിച്ചു. സുപ്രീം കോടതിയുടെ അന്തിമ വിധിയിൽ ആ ദിവസത്തെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഡിസംബർ 22 അർദ്ധരാത്രി പള്ളിയുടെ പൂട്ട് തകർത്ത് അകത്തു കയറിയ 60 അംഗ സംഘം ശ്രീരാമ വിഗ്രഹം സ്ഥാപിച്ചു. ഒപ്പം സീതയുടെ ഒരു വിഗ്രഹവും. അന്ന് മലയാളിയായിരുന്ന ICS ഉദ്യോഗസ്ഥൻ KK നായരായിരുന്നു ഫൈസാബാദ് ജില്ലാ മജിസ്ട്രേറ്റ്. ആലപ്പുഴയിൽ നിന്നും കോളേജ് കാലം കഴിഞ്ഞ് മദ്രാസിൽ പഠിക്കാൻ പോയ K കൃഷ്ണൻകുട്ടി നായർ പിന്നെ മടങ്ങി വന്നില്ല. ICSനു പിന്നാലെ ഉത്തർപ്രദേശുകാരിയായ ശകുന്തളയെ വിവാഹം ചെയ്തു. ഭാര്യ ശകുന്തളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അർദ്ധരാത്രി വിഗ്രഹം സ്ഥാപിച്ച് പ്രാർത്ഥന തുടങ്ങിയത്. KK നായരുടെ അറിവോടെയാണ് വിഗ്രഹം സ്ഥാപിച്ചതെന്ന അന്വേഷണ റിപ്പോർട്ട് വന്നതോടെ രാജിവെച്ചു. നായർ പിന്നീട് ജനസംഘത്തിന്റെ MPയുമായി. ഭാര്യ ശകുന്തള നായരും ഹിന്ദു മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 2 വട്ടം പാർലമെന്റിലെത്തി. 1950 ജനുവരി 16 രണ്ടാം ഘട്ട നിയമ നടപടികൾ തുടങ്ങിയത് ഈ ദിവസമാണ്. ഗോപാൽ സിംഗ് വിശാരദ് എന്ന പ്രദേശവാസിയാണ് ഫൈസാബാദ് സിവിൽ കോടതിയെ സമീപിച്ചത്. ശ്രീരാമൻ ജനിച്ച സ്ഥലത്ത് പ്രാർത്ഥന നടത്താൻ അനുവദിക്കുന്നില്ലെന്ന് കാണിച്ചുള്ള ഹർജി. ഈ ഹർജിയിലാണ് അയോധ്യയുടെ ചരിത്രം തന്നെ മാറ്റിയ വിധി വന്നത്. പള്ളിയായി പ്രവർത്തിച്ചിരുന്ന സ്ഥലത്തുനിന്ന് വിഗ്രഹങ്ങൾ മാറ്റുന്നത് കോടതി തടഞ്ഞു. ആ വിഗ്രഹങ്ങളിൽ പൂജ നടത്തുന്നത് തടയാൻ പാടില്ല. കോടതിയിൽ നിന്ന് ക്ഷേത്രത്തിന് അനുകൂലമായി ലഭിച്ച ആദ്യ ഉത്തരവായിരുന്നു ഇത്. തൽസ്ഥിതി മാറ്റിയ പ്രഖ്യാപനം. വിധിക്കെതിരെയുള്ള അപ്പീൽ 1955 മെയ് 26 അലഹബാദ് ഹൈക്കോടതിയും തള്ളി. അതോടെ KK നായർ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്നപ്പോൾ ഭാര്യ ശകുന്തള നായരുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച വിഗ്രഹങ്ങൾക്ക് നിയമപരമായ അംഗീകാരമായി. ഇതിനിടെ സമാന സ്വഭാവമുള്ള മറ്റൊരു കേസും നടക്കുന്നുണ്ടായിരുന്നു. 1950 ഡിസംബർ 5 രാമചന്ദ്രദാസ് പരമഹംസയാണ് പൂജ നടത്താൻ അനുവാദം ചോദിച്ച് കോടതിയിലെത്തിയത്. ഇത് ഇടയ്ക്കൊക്കെ പരിഗണിച്ചു മാറ്റിവെച്ചതല്ലാതെ 40 വർഷം ഒരു നടപടിയും ഉണ്ടായില്ല. 4 പതിറ്റാണ്ട് പൂർത്തിയാകുന്നതിന് തൊട്ടു മുമ്പ് 1990 സെപ്റ്റംബർ 18 ഈ ഹർജി പിൻവലിക്കുന്നതായി രാമചന്ദ്രദാസ് പരമഹംസ കോടതിയെ അറിയിച്ചു. ആ പിൻവലിക്കൽ മറ്റൊരു വലിയ നീക്കത്തിനുള്ള തുടക്കമായിരുന്നു.
എത്രയെത്ര ഭരണകൂടങ്ങളെയാണ് അയോധ്യ അസ്ഥിരപ്പെടുത്തിയത്. സ്വതന്ത്ര ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു മുതലുള്ളവർ, അതിനു മുമ്പ് മുഗൾ, ബ്രിട്ടീഷ് ഭരണാധികാരി, നാടുഭരിച്ചിരുന്നവർ ഇടതടവില്ലാതെ കൈകാര്യം ചെയ്ത ആ സങ്കീർണതകളാണ് യഥാർത്ഥത്തിൽ അയോധ്യയുടെ ചരിത്രം. ആ രാഷ്ട്രീയം മാത്രമാണ് ഇനിയുള്ള കാലത്തേക്കുള്ള പാഠം. रास्ते में मत आओ, क्योंकि ये जो रथ है लोक रथ है, जनता का रथ है, जो सोमनाथ से चला है और जिसने मन में संकल्प किया हुआ है कि 30 अक्टूबर को वहां पर पहुंच करके कार सेवा करेंगे और मंदिर वहीं बनाएंगे, उसको कौन रोकेगा? कौन सी सरकार रोकने वाली है? അവിശ്വാസിയായിരുന്നു ജവഹർലാൽ നെഹ്റു, ദൈവങ്ങളിൽ വിശ്വസിക്കാത്തയാൾ. എങ്കിലും ഈ വിശ്വാസ പ്രശ്നം ഇന്ത്യയുടെ എക്കാലത്തേക്കുമുള്ള വേദനയാകുമെന്ന് നെഹ്റു വിശ്വസിച്ചു. മുഖ്യമന്ത്രി JB പന്തിന് 1950 ഫെബ്രുവരി 5 എഴുതി, നിങ്ങൾക്കറിയാവുന്നതുപോലെ അയോധ്യയ്ക്ക് ഞാൻ വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ പ്രത്യാഘാതം രാജ്യം മുഴുവൻ അലയടിക്കും, പ്രത്യേകിച്ച് കാശ്മീർ. അന്നു മുതൽ അടഞ്ഞുകിടക്കുകയായിരുന്നു അയോധ്യ. ആർക്കും പ്രവേശനം അനുവദിച്ചില്ല. വർഷത്തിലൊരിക്കൽ ശ്രീരാമന്റെയും സീതയുടെയും വിഗ്രഹങ്ങളിൽ പൂജ നടത്താൻ മാത്രം അനുവാദം. പ്രവേശനം പൂജാരിക്ക് മാത്രമായിരുന്നു. 35 വർഷങ്ങൾക്ക് ശേഷം അമ്പലം തുറന്നുകൊടുക്കാൻ തീരുമാനിച്ചത് മറ്റാരുമായിരുന്നില്ല, അതേ നെഹ്റുവിന്റെ കൊച്ചുമകൻ രാജീവ് ഗാന്ധി 1986. എന്തുകൊണ്ടങ്ങനെ? ഇന്നും കോൺഗ്രസുകാർക്ക് ഉത്തരമില്ലാത്ത ചോദ്യം. അപ്പോൾ ഇന്ദിരാഗാന്ധി എന്തു ചെയ്തു? 1976 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആദ്യ റിപ്പോർട്ട് ഇന്ദിരയ്ക്കു നൽകുന്നത്. ബാബറി മസ്ജിദിനു താഴെ പുരാതനമായ മറ്റൊരു കെട്ടിടത്തിന്റെ അവശിഷ്ടമുണ്ട് എന്നായിരുന്നു ആ റിപ്പോർട്ട്. രാജ്യത്തെ ഏതു കെട്ടിടം പൊളിച്ചാലും പല അവശിഷ്ടങ്ങളും കാണുമെന്നായിരുന്നു ഇന്ദിര നൽകിയ മറുപടി. ഞങ്ങൾ ക്ഷേത്രമുണ്ട് എന്നുള്ള അതിൻ്റെ കൺക്ലൂഷനാണ് എത്തിയിട്ടുള്ളത്. ഈ തീരുമാനത്തിലും അതിൻ്റെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ 4 പ്രധാനപ്പെട്ട മുസ്ലിം ആർക്കിയോളജിസ്റ്റുകൾ അതിൻ്റെ ഭാഗഭാക്കായിരുന്നു. അവരും കൂടിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഒരാളുടെ പേര് ഗുലാം ഹുസൈൻ ഖ്വാജ എന്നാണ്. അദ്ദേഹം നാഗ്പൂരിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. 2 അത്തീഖുർ റഹ്മാൻ സിദ്ദീഖി, അദ്ദേഹം ആഗ്രയിൽ നിന്ന് റിട്ടയർ ചെയ്തു. 3 A ഹാഷ്മി, അദ്ദേഹം ഭോപ്പാലിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഇന്ന് സുൽഫിക്കാർ അലി എന്ന് പറയുന്ന ഒരാൾ മാത്രമേ സർവീസിലുള്ളൂ. അദ്ദേഹം എന്നുള്ളത് പഞ്ചാബിലാണ്, അന്ന് ചണ്ഡീഗറിലാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ അവരും കൂടിയാണ് ഈ റിപ്പോർട്ട് മുഴുവൻ തയ്യാറാക്കിയത്. നെഹ്റുവും ഇന്ദിരയും രാജീവും മാത്രമല്ല അയോധ്യയുടെ രാഷ്ട്രീയത്തിൽ ഖിന്നരായത്. കോൺഗ്രസിന് ബദലായി വന്ന VP സിംഗ് നിലംപൊത്തിയത് അയോധ്യ എന്ന ഒറ്റ വിഷയത്തിലാണ്. അദ്വാനി ആരംഭിച്ച അശ്വമേധത്തിലെ കുതിരയെ കെട്ടാനാകാതെ ഉണ്ടായ വീഴ്ചയാണ്. पुनः श्री अडवाणी जी से अपील करना चाहता हूं, अपनी यात्रा को स्थगित कर दें, स्थगित करके वो दिल्ली वापस चले जाएं। देश हित में अगर इंसान ही नहीं रहेगा, इंसान नहीं रहेगा तो मंदिर में घंटी कौन बजाएगा या कौन बजाएगा? जब इंसानियत पर खतरा हो, इंसान नहीं रहेगा तो मस्जिद में इबादत कौन देने जाएगा? PV നരസിംഹറാവു എന്ന പ്രധാനമന്ത്രി ഭരണകാലത്തും മാത്രമല്ല പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ അയോധ്യയുടെ സമ്മർദ്ദത്തിലായിരുന്നു. അയോധ്യയുടെ പേരിൽ ആദ്യം 13 ദിവസം, പിന്നെ 13 മാസം, ശേഷം 5 വർഷം. ഇത്ര കാലം അധികാരത്തിലിരുന്നിട്ടും വാജ്പേയിക്ക് ആ ചുവട് വയ്ക്കാനായില്ല. മൻമോഹൻ സിംഗിന്റെ 10 വർഷം മാത്രമല്ല, നരേന്ദ്രമോദിയുടെ ആദ്യ 5 വർഷവും അയോധ്യ സജീവമായ ഒരു അഗ്നിപർവ്വതമായി പുകയുന്നുണ്ടായിരുന്നു. श्रीराम राम 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 राम, श्रीराम राम 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 राम, श्रीराम राम 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 राम
अयोध्या पावन हुई हर तरफ ഇനി അയോധ്യ വേറെയൊരു കഥയാണ്. ചരിത്രം അങ്ങനെയാണ്. എപ്പോഴാണ് വഴിമാറ്റമെന്ന് ഒട്ടും പ്രവചിക്കാൻ കഴിയില്ല. राम जय सिया जय जय राम जय सिया राम जय जय राम जय जय राम जय सिया राम जय जय राम जय जय राम जय सिया राम जय जय राम कब से राहें देख रहे थे आओगे जब तुम यहाँ होगा तब ये फैसला राम में है सब यहाँ कब से राहें देखते थे आओगे जब तुम यहाँ होगा तब ये फैसला राम में है सब यहाँ बोलो राम 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 बोलो राम 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 बोलो राम 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 बोलो राम 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 आस्था तुमसे जुड़ी तो जाएंगे अब हम कहाँ तुमको पूजे तुमको ध्याए कह रहे हैं सब यहाँ कह रहे हैं सब यहाँ